പാകിസ്ഥാന്റെ കരസേന ആസ്ഥാനമുള്ള റാവൽപിണ്ടി വരെ ആക്രമിക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞുവെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന് വ്യോമസേന വ്യക്തമാക്കി. അതിർത്തിയിലെ സാഹചര്യം ധരിപ്പിക്കാൻ സേനാ മേധാവികളും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പ്രധാനമന്ത്രിയെ കണ്ടു. ഭീകരതയ്ക്ക് കനത്ത തിരിച്ചടി നൽകിയെന്ന് അടിവരയിട്ട് വ്യക്തമാക്കി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. പാക് സൈന്യത്തിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന റാവൽപിണ്ടി വരെ എത്തി ഇന്ത്യൻ സായുധ സേനയുടെ പ്രഹരം. ഇസ്ലാമാബാദിലെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് ശക്തമായ സന്ദേശം നൽകി. ഇന്ത്യൻ സൈന്യം ധീരത മാത്രമല്ല സംയമനവും പ്രകടിപ്പിച്ചു. ഒന്നിലധികം പാകിസ്ഥാൻ സൈനിക സ്ഥാനങ്ങൾ ആക്രമിച്ചുകൊണ്ട് ശക്തമായ പ്രതിരോധം സൃഷ്ടിച്ചു. ऑपरेशन सिंदूर सिर्फ एक सैन्य कार्रवाई भर नहीं है, बल्कि भारत की राजनैतिक, सामाजिक और सामरिक इच्छा शक्ति का प्रतीक है. यह ऑपरेशन आतंकवाद के खिलाफ भारत की दृढ़ इच्छा शक्ति का और सैन्य शक्ति की क्षमता और संकल्प शक्ति का भी प्रदर्शन है. हमने दिखाया है, भारत आतंकवाद के खिलाफ जब भी कोई कार्रवाई करेगा तो आतंकवादियों और उनके आकाओं के लिए सरहद पार की जमीन भी सुरक्षित नहीं रहेगी. ലക്നൌവിലെ ഉത്തർപ്രദേശ് പ്രതിരോധ വ്യാവസായിക ഇടനാഴിയിൽ ബ്രഹ്മോസ് എയർസ്പേസ് ഇന്റഗ്രേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഫെസിലിറ്റിയുടെ ഉദ്ഘാടന വേളയിലാണ് പരാമർശം. ഡൽഹിയിൽ നിന്ന് വെർച്വലായാണ് രാജ്നാഥ് സിംഗ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ വെറുമൊരു സൈനിക നടപടിയല്ല, മറിച്ച് ഇന്ത്യയുടെ രാഷ്ട്രീയ, സാമൂഹിക, തന്ത്രപരമായ ഇച്ഛാശക്തിയുടെ പ്രതീകമെന്നും പ്രതിരോധ മന്ത്രി. അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന് വ്യോമസേന വ്യക്തമാക്കി. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ 6:30 മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. കൂടുതൽ വിശദാംശങ്ങളുമായി മനു ഭരത് ചേരുന്ന വിവരങ്ങളുമായി. മനു, ഭീകരർക്ക് കനത്ത തിരിച്ചടി നൽകി കഴിഞ്ഞുവെന്ന് അടിവരയിട്ട് വ്യക്തമാക്കി കഴിഞ്ഞു നമ്മുടെ പ്രതിരോധ മന്ത്രി. അതേസമയത്ത് തന്നെ പിന്നോട്ടില്ല സൈന്യം എന്ന് വ്യക്തമാക്കുകയാണ്. ഇനിയൊരു ഭീകരാക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കും എന്ന് തന്നെ പറയുന്നു. ജാഗ്രത കുറവില്ല, കൃത്യമായ ജാഗ്രതയിൽ തന്നെയാണ്. അതായത് വളരെ ലളിതമായി ചുരുക്കി പറഞ്ഞാൽ തോക്കിന്റെ വിരൽ തന്നെയാണ്, കാഞ്ചി വലിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, അല്ലെ? ഭവ്യ, ഇന്ന് നമ്മുടെ കരസേന മേധാവി നമ്മുടെ വെസ്റ്റേൺ കമാൻഡിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി സംവദിക്കുകയുണ്ടായി. സാഹചര്യങ്ങൾ വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്തു, സുരക്ഷാ സാഹചര്യങ്ങൾ അവലോകനം ചെയ്തു എന്നാണ് സൈനിക കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലംഘനം, അതായത് കഴിഞ്ഞ ദിവസം DGMO തലത്തിൽ ഉണ്ടായ ഒരു ധാരണയുടെ ലംഘനം ഏതെങ്കിലും തരത്തിലുണ്ടായാൽ ശക്തമായി തന്നെ നിലപാട് സ്വീകരിക്കാൻ ആണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സാഹചര്യം പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം വെസ്റ്റേൺ കമാൻഡിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നു എന്ന് സൈന്യം വ്യക്തമാക്കുന്നു. മാത്രവുമല്ല, ഇനി തുടർ സാഹചര്യങ്ങൾ എന്തൊക്കെ, ഇതുവരെ എടുത്തിട്ടുള്ള നിലപാടുകൾ എന്ത്, ഇനി ഏത് തരത്തിലുള്ള ഒരു പ്രതിരോധം ആയിരിക്കും ഉണ്ടാകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കാൻ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തന്നെ ഇന്ന് 6:30 മാധ്യമങ്ങളെ കാണും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഡയറക്ടർ ജനറൽ ഓഫ് എയർ ഓപ്പറേഷൻസിന്റെ എയർ മാർഷൽ AK ഭർത്തിയും അതുപോലെ ഡയറക്ടർ ജനറൽ ഓഫ് നേവി ഓപ്പറേഷന്റെ നേവി ഓപ്പറേഷൻസ് വൈസ് അഡ്മിറൽ AN പ്രമോദും ഈ സമ്മേളനത്തിൽ, ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ഏതായാലും ഇന്ത്യ എടുത്തിട്ടുള്ള നിലപാടുകൾ സ്വാഭാവികം, നമുക്കറിയാം. ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട് യുദ്ധത്തിനെതിരാണ്, പക്ഷേ തീവ്രവാദത്തിനോട് സീറോ ടോളറൻസ് ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ നിലപാട് മുറുകെ പിടിക്കും. അതേസമയം ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കോ പരമാധികാരത്തിനോ ഇന്ത്യയുടെ അതിർത്തിക്കെതിരെയോ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ വരികയാണെങ്കിൽ അത് ആരോടും അനുമതി തേടാതെ ശക്തമായി തന്നെ പ്രതിരോധിക്കും എന്ന കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളായിരിക്കും ഇന്ന് 6 മണിക്ക് നടക്കുന്ന യോഗത്തിൽ, 6:30 നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാകുക. അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിക്കുന്നില്ല, അത് തുടരുന്നു എന്ന് വ്യോമസേന വ്യക്തമാക്കുന്നു. തീവ്രവാദികൾക്കെതിരെ ഇനി ഏത് താവളത്തിൽ ഒളിച്ചാലും കനത്ത പ്രഹരം തുടരും എന്ന ഒരു സന്ദേശം തന്നെയാണ് രാജ്യം നൽകുന്നത്. തീർച്ചയായും മനു ഭരതാണ് വിവരങ്ങൾ നൽകിയത്. വെടിനിർത്തലിന് പിന്നാലെ അതിർത്തി മേഖലകൾ ശാന്തതയിലേക്ക്. അർദ്ധരാത്രിക്ക് ശേഷം അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സൈന്യം കനത്ത ജാഗ്രത പാലിക്കുന്നുണ്ട്. ഇന്നത്തെ പകൽ വെടിനിർത്തൽ കരാറിൽ ഏറെ നിർണായകവുമാണ്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും കശ്മീരിലെ അടക്കം പാകിസ്ഥാൻ അതിർത്തിയിലെ പട്ടണങ്ങളിലെല്ലാം കനത്ത ജാഗ്രത തുടരുകയാണ്.
അർദ്ധരാത്രിക്ക് ശേഷം വെടിവെപ്പോ ഡ്രോൺ ആക്രമണങ്ങളോ ഉണ്ടായിട്ടില്ല. സ്ഥിതിഗതികൾ പൊതുവെ ശാന്തമാണ്. പക്ഷേ റെഡ് അലർട്ട് തുടരുന്നു. ഇന്നത്തെ പകൽ വളരെ നിർണായകമാണ്. വെടിനിർത്തൽ പ്രഖ്യാപനം പാലിക്കാനായില്ലെങ്കിൽ നാളെ നടക്കുന്ന സൈനിക ചർച്ചകളെ അത് ബാധിക്കും. രാത്രി വൈകി നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാക് വെടിവെപ്പ് നടന്നതൊഴിച്ചാൽ ജമ്മുവിൽ മറ്റനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ രാത്രി ഉണ്ടായില്ല. നഗ്രോത്ത കരസേന ക്യാമ്പിനു നേരെ നടന്ന ആക്രമണത്തിൽ ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. പൂഞ്ച് മേഖലയിലും ജനജീവിതം സാധാരണ നിലയിലേക്ക് പോവുകയാണ്. രാത്രി വെടിവെപ്പോ ഡ്രോൺ ആക്രമണമോ ഉണ്ടായില്ല. പഞ്ചാബിലെ പഠാൻകോട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചു തുടങ്ങി. ഗുജറാത്തിലെ അതിർത്തിയിലും സ്ഥിതി ശാന്തമാണ്. രാജസ്ഥാനിലെ അതിർത്തി ജില്ലകളിൽ പുലർച്ചെ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരുന്ന ബാർമർ, ജയ്സാൽമീർ എന്നിവിടങ്ങളിൽ ജാഗ്രത തുടരുകയാണ്. ഇന്നലെ രാത്രിയിൽ വെടിനിർത്തൽ ധാരണ ലംഘിച്ച പാകിസ്ഥാന് ശക്തമായ മറുപടിയാണ് ഇന്ത്യ നൽകിയത്. അതിർത്തി കടന്നെത്തിയ നിരവധി പാക് ഡ്രോണുകൾ വെടിവെച്ചിട്ടു. ജമ്മുകാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ പലയിടത്തും പാക് ഡ്രോണുകളെത്തി. വെടിനിർത്തൽ കരാറിന് ധാരണയായെങ്കിലും സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടിയിൽ നിന്ന് ഇന്ത്യ പിന്മാറിയില്ല. കർത്താർപൂർ ഇടനാഴി തൽക്കാലം തുറക്കില്ല. വെടിനിർത്തൽ കരാറിനു ശേഷം പാകിസ്ഥാൻ വീണ്ടും വ്യോമപാത തുറന്നു. സലാർ ഡാമിലെ കൂടുതൽ ഷട്ടറുകൾ ഇന്ത്യ തുറന്നു. ഇതോടെ ചെനാബ് ജലമൊഴുക്ക് വർദ്ധിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വെടിനിർത്തൽ കരാറല്ല, ധാരണ മാത്രമാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. പാക് പ്രകോപനം എപ്പോഴുണ്ടായാലും ഇന്ത്യ തിരിച്ചടിക്കും. നാളെ നടക്കുന്ന സൈനിക ചർച്ചകൾക്ക് ശേഷം മാത്രമേ കരാർ സാധ്യത വ്യക്തമാകൂവെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഇരുഭാഗത്തു നിന്നും സൈനിക പിന്മാറ്റമുണ്ടായിട്ടില്ല. വെടിനിർത്തൽ എന്നത് എപ്പോൾ വേണമെങ്കിലും പൊളിയാവുന്ന ഒരു ധാരണ മാത്രമാണെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. പാകിസ്ഥാൻ ധാരണ തെറ്റിച്ച മുൻ അനുഭവത്തിൽ ഇന്ത്യ കൂടുതൽ ജാഗ്രതയിലാണ്. പ്രകോപനം എപ്പോൾ ഉണ്ടായെങ്കിലും തിരിച്ചടിക്കും. സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം സർക്കാർ നൽകിയിട്ടുണ്ട്. അതിർത്തിയിലെ സൈനിക വിന്യാസത്തിൽ കുറവ് വരുത്തിയിട്ടുമില്ല. നാളെ നടക്കുന്ന ഇരുവിഭാഗത്തിന്റെയും സൈനിക ചർച്ചയിലാണ് കരാർ സാധ്യത രൂപപ്പെടുന്നത്. പാകിസ്ഥാനോടുള്ള നയത്തിൽ തന്നെ ഇന്ത്യ നിലപാട് മാറ്റുകയാണ്. പ്രകോപനപരമായ ഏതു നീക്കവും സൈനിക നീക്കമായി കണക്കാക്കി ഇന്ത്യ തിരിച്ചടിക്കും. ഇത് പാകിസ്ഥാനുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. ഇന്ന് നടക്കുന്ന തന്ത്രപ്രധാന യോഗത്തിൽ കരാർ സാധ്യതകളും ഇന്ത്യയുടെ നിലപാടും വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. പെഹൽഗാം സംഭവത്തിലാണ് പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ സമീപകാല ഏറ്റുമുട്ടൽ ആരംഭിക്കുന്നത്. തീവ്രവാദികളുമായുള്ള ബന്ധം പാകിസ്ഥാൻ നിഷേധിച്ചതോടെയാണ് ഇന്ത്യ സൈനിക നീക്കം നടത്തിയത്. പെഹൽഗാം സംഭവത്തിൽ സുതാര്യമായ അന്വേഷണം പാകിസ്ഥാൻ ഉറപ്പു നൽകിയിട്ടുണ്ട്. തീവ്രവാദികളുടെ കൈമാറ്റമടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ത്യ ശക്തമായ നിലപാടെടുത്തേക്കും. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ സമ്മർദ്ദവും ഇന്ത്യയുടെ സൈനിക നീക്കം മൂലമുണ്ടായ ആഭ്യന്തര പ്രതിസന്ധിയുമാണ് വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ പാകിസ്ഥാനെ പ്രേരിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. വെടിനിർത്തലിലെ കോൺഗ്രസ് കേന്ദ്രങ്ങളും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും വിമർശിക്കുമ്പോൾ സ്വാഗതം ചെയ്യുകയാണ് മുതിർന്ന നേതാക്കളായ ശശി തരൂരും പി ചിദംബരവും. ധൈര്യമുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ സർവകക്ഷി യോഗം ചേരണമെന്ന് ശിവസേന ഉദ്ധവ് പക്ഷ നേതാവ് സഞ്ജയ് റൌത്ത് പ്രധാനമന്ത്രിയെ വെല്ലുവിളിച്ചു. അതേസമയം വിമർശനങ്ങൾക്ക് തടയിടുകയാണ് ബിജെപി നേതാക്കൾ. പാകിസ്ഥാനുമായി ഇന്ത്യ വെടിനിർത്തൽ ധാരണയിൽ എത്തിയതിലും ധാരണ ലംഘിച്ച പാകിസ്ഥാൻ ആക്രമണം നടത്തിയതിലും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വ്യത്യസ്ത പ്രതികരണങ്ങളാണുള്ളത്. വെടിനിർത്തലിനെ കോൺഗ്രസ് കേന്ദ്രങ്ങളും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും അതിരൂക്ഷമായാണ് വിമർശിക്കുന്നത്. അതേസമയം കേന്ദ്ര സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് മുതിർന്ന നേതാക്കളായ ശശി തരൂരും പി ചിദംബരവും. സമാധാനമാണ് നമുക്കാവശ്യമെന്ന് വ്യക്തമാക്കിയ തരൂർ 1971 സാഹചര്യമല്ല 2025 എന്നും വലിയ വ്യത്യാസങ്ങളുണ്ടെന്നും പ്രതികരിച്ചു. The truth is that the circumstances of 1971 are not the circumstances of 2025. There are differences. As far as I'm concerned, I believe that the people of India deserve peace. We have suffered a lot. We have lost a lot of casualties. Ask the people of Poonch. പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകാതെ കേന്ദ്രമെടുത്ത നടപടി അഭിനന്ദനീയമെന്നായിരുന്നു പി ചിദംബരം പറഞ്ഞത്. വാർത്താ സമ്മേളനത്തിന് വനിതാ ഓഫീസർമാരെ നിയോഗിച്ചത് ഉചിതമായ നടപടിയെന്നും ചിദംബരം ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. അതേസമയം പ്രധാനമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ് ശിവസേന ഉദ്ധവ് പക്ഷ നേതാവ് സഞ്ജയ് റൌത്ത്. ധൈര്യമുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ സർവകക്ഷി യോഗം ചേരണമെന്നാണ് ആവശ്യം. आप लीजिए ना ऑल पार्टी मीटिंग, अभी बुलाइए ऑल पार्टी मीटिंग और मोदी जी को वहाँ उपस्थित रहना चाहिए. प्रधानमंत्री भागते क्यों है? कौन सा देश इस संघर्ष के घड़ी में हमारे साथ खड़ा रहा विश्व का, मुझे बताइए. इतने विदेश में घूमते हैं मोदी जी.
ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ച സന്ദർഭത്തിൽ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് മുതിർന്ന നേതാവ് കപിൽ സിബലും ആവശ്യപ്പെട്ടു. अब युद्ध विराम हुआ है तो निश्चित रूप से हम दोबारा यही सवाल करेंगे कि आप जल्द से जल्द स्पेशल सेशन ऑफ पार्लियामेंट बुलाइए, क्योंकि हम मॉनसून सेशन तक तो वेट कर नहीं सकते. പഹൽഗാം ആക്രമണത്തിന് ശേഷം നടന്ന സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തില്ല. ബീഹാർ തെരഞ്ഞെടുപ്പും കേരളത്തിലെ ഉദ്ഘാടനവും മറ്റുമായിരുന്നു മോദിക്ക് കൂടുതൽ പ്രധാനമെന്നും കപിൽ സിബൽ വിമർശിച്ചു. വെടിനിർത്തൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനമാണെന്നും മൂന്നാം കക്ഷിയുടേതല്ല എന്നുമായിരുന്നു BRS നേതാവ് കെ കവിതയുടെ പ്രതികരണം. അതേസമയം വിമർശനങ്ങളെ ചെറുക്കുകയാണ് BJP കേന്ദ്രങ്ങൾ. ഇന്ത്യ തകർത്ത പാക് സൈനിക കേന്ദ്രങ്ങളുടെ പട്ടികയടക്കം നിരത്തിയാണ് BJP സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി BL സന്തോഷിന്റെ മറുപടി. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18.